കോഴിക്കോട് ഒന്നാമത്തെ കാര്യം 24 മണിക്കൂർ പോരാ ഫുഡ് കഴിച്ച് തീരാൻ വേണ്ടിയിട്ട്. രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിന് വരികയാണെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾക്ക് ഇടയിലെ ഹോട്ടലിൽ പോവാം. ചാമ്പ്യൻസ് എന്നുള്ള റെസ്റ്റോറന്റ് ഉണ്ട്. ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല പൊറോട്ടയും ബീഫും കിട്ടും, പൊറോട്ടയും അയിലക്കറിയും കിട്ടും. പിന്നെ ശ്രീധരേട്ടന്റെ പുട്ടുകട എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല പൊട്ടും നല്ല മട്ടൻ കറിയും അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ നമ്മുടെ സ്വന്തം പാരഗൺ ഉണ്ടാവും. പാരഗണിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അപ്പവും ചിക്കൻ സ്റ്റൂ, മട്ടൻ സ്റ്റൂ ഉള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല, ഇത്രയും സ്പോട്ട് അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് വേണമെങ്കിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ബിരിയാണി കുറ്റിച്ചിറ ബിരിയാണി സെന്റർ ആണ് ഇപ്പോൾ ഫേമസ് ആയിട്ട് വരുന്നത്. ബിരിയാണിക്ക് ഒരു 4-5 സ്ഥലങ്ങളുണ്ട് നമുക്ക്. പാരഗൺ വരുന്നുണ്ട്, സാഗർ വരുന്നുണ്ട്, പിന്നെ ബോംബെ ഹോട്ടൽ വരുന്നുണ്ട്, റഹ്മത്ത് വരുന്നുണ്ട്, കുറ്റിച്ചിറ ബിരിയാണി സെന്റർ വരുന്നുണ്ട്. എവിടുന്നാണെങ്കിലും നമുക്ക് ബിരിയാണി കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഗീത് കൂൾ ബാർ എന്നുള്ളൊരു കൂൾ ബാർ ഉണ്ട്. അത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് വരുന്നത്. അവിടെ ഉണ്ടാക്കുന്ന ഒരു ഫലോദി ഉണ്ട്. മസ്റ്റ് ട്രൈ ആണ്. അത് എന്തായാലും ട്രൈ ചെയ്തിരിക്കണം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്റെ ബീച്ചിൽ പോവാം. ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ബീച്ചിന്റെ സൈഡിൽ കുറെ ഐറ്റംസുകൾ ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ നൈറ്റിൽ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരഗണിന് ഞങ്ങള് പൊറോട്ടയും മറ്റേ ബീഫ് ഡ്രൈ ഫ്രൈ അവിടെ ഭയങ്കര ടേസ്റ്റുള്ളതാണ്. പാരഗണിലെ ബീഫ് ഡ്രൈ ഫ്രൈ BDF അതെ, അത് ഭയങ്കര ഞാന് ജനിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനമ്മയ്ക്ക് രാത്രി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം.